വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു പച്ചപ്പയർ തോരൻ വെച്ചാലോ? അതിനായി ഞാനിവിടെ ഒരു 300 ഗ്രാം പച്ചപ്പയറാണ് എടുത്തിരിക്കുന്നത്. നല്ല നീളൻ പയർ. ഇനി നമുക്കിവയൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇവയെല്ലാം ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയിരിക്കുന്നത്. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയതും ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത്, 3 പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം, പിന്നെ ജീരകം, ചെറിയ ജീരകം. ഇത്രയും സാധനങ്ങളാണ് ഈ അരപ്പ് തയ്യാറാക്കാനായിട്ട് ആവശ്യം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി, 1/4 കപ്പ് തേങ്ങ ചിരവിയത്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ പച്ചമുളകും. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ അരച്ചെടുത്ത അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കുന്ന പയറിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പയർ വേവിച്ചെടുക്കാം. അതിനായി അടുപ്പിലേക്ക് നമുക്കൊരു ചട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എന്നിവയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഇവയൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് നമുക്കിവ വേവിക്കാനായിട്ട് വെക്കണം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിവയെ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ പയറെല്ലാം വേഗം വെന്ത് കിട്ടും. ഈ സമയം ഞാൻ ഇതിലേക്ക് അരപ്പ് ചേർത്തിരുന്നു, പക്ഷെ അത് വീഡിയോ ഇടാൻ പറ്റിയില്ല. ക്ഷമിക്കണം. ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ ഇതിനിടയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായി നമുക്ക് യോജിപ്പിക്കാം. എല്ലാം ഒന്ന് വെന്ത് വരട്ടെ. അരപ്പും പയറും എല്ലാം ഒന്ന് മിക്സായി ഒന്ന് വെന്ത് വരാനുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒക്കെ വറ്റാനായിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇവയെ അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. അതിലത്തെ ജലാംശമെല്ലാം ഒന്നുകൂടെ വറ്റിക്കഴിയുമ്പോൾ നമ്മുടെ പയറിവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ പച്ചപ്പയർ തോരൻ ഏകദേശം തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇവയൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു കറിയാണ്. ചോറിനൊപ്പം ഒരു ഉപ്പേരി കൂട്ടാൻ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മുടെ തോരനെല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പച്ചപ്പയർ തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. തോരനെല്ലാം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. താങ്ക് യു.